فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി സൂറത്തുൽ ബഖറയുടെ 79-ാമത്തെ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഇന്ന് ഈ ആയത്തിന്റെ 3-ാമത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യമാണ്, ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളിലെ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞു. അവർ അവരുടെ കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതുകയും അതിനുശേഷം അവർ എഴുതിയുണ്ടാക്കിയ ആ കാര്യങ്ങൾ അത് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അവതരിച്ചതാണ് എന്ന് അവർ പറയുകയും ചെയ്യുമെന്നാണ്. അങ്ങനെ ഈ രൂപത്തിൽ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് തുച്ഛമായ വില വാങ്ങുവാൻ വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്ക് അവരുടെ കൈകൾ കൊണ്ട് അവർ എഴുതിയത് നിമിത്തവും അവർ സമ്പാദിക്കുന്നത് നിമിത്തവും നാശമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 79-ാമത്തെ ആയത്തിലൂടെ നമ്മെ പ്രധാനമായും അറിയിക്കുന്ന കാര്യം. ഇവിടെ സഹോദരങ്ങളെ, പണ്ഡിതന്മാരെല്ലാവരും പറയുന്ന, അവർ ഗൗരവപൂർവം നമ്മെ ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ ആയത്ത് യഹൂദികളായ വേദക്കാരായ ആളുകളുടെ വിഷയത്തിലാണ് അവതരിച്ചത് എങ്കിലും ഇവിടെ അള്ളാഹു വളരെ ശക്തമായ നിലക്ക് പറഞ്ഞ ഈ താക്കീത് അത് പരിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളായ മുസ്ലിമുകൾക്കും അള്ളാഹുവിന്റെ ഈ താക്കീത് ബാധകമാണ് എന്ന് വളരെ ഗൗരവത്തോടു കൂടിയാണ് അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ നമ്മെ ഉണർത്തുന്ന ഒരു വിഷയം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്ന ഒരു പ്രവണത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ തെറ്റായി വിശദീകരിക്കുന്ന ഒരു അവസ്ഥ നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് പണ്ഡിതന്മാര് ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ, നിരർത്ഥകമായ കാര്യങ്ങൾ, അത് ഇസ്ലാമുമായിട്ട് നമ്മൾ ഇസ്ലാമിൽ ഉള്ളതാണ് എന്ന് കാണിക്കാൻ വേണ്ടി തെറ്റായ രൂപത്തിൽ പണിയെടുക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എങ്കിൽ, ആ പ്രവർത്തനം മൂലം ജനങ്ങളുടെ സമ്പത്ത് അപഹരിക്കുവാൻ വേണ്ടി മടി കാണിക്കാത്ത ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ ഈ താക്കീതിൽ അവർ ഉൾപ്പെടുമെന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമായി സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥരചന നടത്തുന്നത് അപകടമാണ് എന്ന് പറയുമ്പോൾ, ദുനിയാവ് നേടിയെടുക്കുവാനായി ആരെങ്കിലും ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മളെ പണ്ഡിതന്മാർ ഈ വിഷയം ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ ഖുർആനിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ കുറിച്ചും അള്ളാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്നത് മാത്രമാണ് അള്ളാഹുവിൽ നിന്നുള്ള ദീനായി നമ്മൾ പരിഗണിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാരിൽ മഹാന്മാരായ മുഴുവൻ അഹ്ലു സുന്നത്തിന്റെ ഇമാമിയങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം എന്താണ്? നമ്മുടെ ദീൻ എന്ന് പറയുന്നത് അത് ശരീഅത്താണ്, അള്ളാഹു അറിയിച്ചു തന്നതാണ്. ആ ശരീഅത്ത് അള്ളാഹുവിന് മാത്രമാണ് നിർമ്മിക്കാൻ അവകാശമുള്ളത്. ഇത് മുസ്ലിമായ ഒരു വ്യക്തി അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിക്കൊണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള കാര്യങ്ങൾ അത് അറിയിക്കുന്ന ആശയം അത് ജനങ്ങളിൽ നിന്ന് ബോധപൂർവം മറച്ചു വെക്കുന്ന ആളുകളും അള്ളാഹുവിന്റെ ആക്ഷേപത്തിന് വിധേയരായ ആളുകളാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. കാരണം എന്താ? സത്യം മറച്ചു വെക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് എതിരാളികളിൽ തങ്ങൾക്ക് എതിരായിക്കൊണ്ട് ഒരു തെളിവായി ഇത് കൊണ്ടുവരുമെന്ന് കരുതി അള്ളാഹുവിൽ നിന്നുള്ള ഒരു സത്യം മറച്ചു വെക്കുമ്പോൾ അവർ ജൂതന്മാരുടെ ഈ വിഷയത്തിലുള്ള തത്തുല്യമായ ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിൽ നിന്ന് അവതരിച്ച വഹി എന്ന് പറയുന്നത്
അത് കളങ്കപ്പെടുത്താതെ സംശുദ്ധമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ളതാണ്. അതിലൊന്നും കൂട്ടിച്ചേർക്കുവാനോ അതുപോലെ തന്നെ അതിൽ നിന്ന് ഒന്നും തന്നെ മാറ്റിക്കളയുവാനോ ഒരു മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയിട്ടില്ല. മറിച്ച് അതൊരു വലിയ തിന്മയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇനി സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ ഈ 79-ാമത്തെ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ അറിയപ്പെട്ട തഫ്സീർ പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിക്കുന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു അസർ, അതായത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു റിപ്പോർട്ട് ഇതിന്റെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വേദക്കാരായ യഹൂദികളിൽപ്പെട്ട ചില ആളുകളോട് മുസ്ലിമുകൾ അവരുടെ വേദഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വേദക്കാരായ ആളുകളോട് നിങ്ങൾ എങ്ങനെയാണ് വല്ല കാര്യവും ചോദിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട നിങ്ങളുടെ കിതാബ് ഒന്നായിരിക്കെ നിങ്ങൾ അതൊരു വെറും വായനയാണോ വായിക്കുന്നത്? വേദക്കാർ അള്ളാഹുവിന്റെ ഗ്രന്ഥം കോട്ടിമാട്ടുകയും മാറ്റിമറിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം കൈകൾ കൊണ്ട് അവർ ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കുകയും തുച്ഛമായ ലാഭത്തിന് വിൽക്കുന്നതിന് വേണ്ടി അത് അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ് എന്ന് അവർ പറയുകയും ചെയ്തു. വ്യക്തമായ അറിവ് നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടും പിന്നെ എന്തുകൊണ്ടാണ് അവരോട് ചോദിക്കാൻ നിങ്ങൾക്കൊരു തടസ്സവുമില്ലാത്തത്? അള്ളാഹു തന്നെയാണ് സത്യം. നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുന്ന ഒരാളെപ്പോലും അവരുടെ കൂട്ടത്തിൽ നാം കാണുന്നില്ലല്ലോ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇവരുടെ സഹോദരങ്ങളെ, മഹാനായ ആ സ്വഹാബി വളരെ ഗൗരവത്തോടു കൂടിയാണ് വേദക്കാരായ ആളുകളുടെ അടുക്കൽ പോയിക്കൊണ്ട് അവരുടെ പക്കലുള്ള ഗ്രന്ഥത്തിൽ നിന്ന് അറിവെടുക്കുവാൻ ശ്രമിച്ചവരെ വിമർശിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തോടുകൂടി പൂർവകാല വേദഗ്രന്ഥങ്ങളെല്ലാം ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ കൈക്കടത്തലുകൾക്ക് വിധേയമായി മാറ്റിമറിക്കപ്പെട്ടതാണ് ഖുർആനിന് മുമ്പ് അവതരിച്ച എല്ലാ വേദഗ്രന്ഥങ്ങളും. എന്നാൽ സഹോദരങ്ങളെ, ആ വേദഗ്രന്ഥങ്ങളോടുള്ള നമ്മുടെ സമീപനം ഏത് രൂപത്തിലായിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വിഷയം ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ പറയുന്നത് എന്താ? വേദക്കാരെ നിങ്ങൾ സത്യപ്പെടുത്തുകയോ കളവാക്കുകയോ ചെയ്യരുത് എന്നാണ്. ഞങ്ങൾക്കും നിങ്ങൾക്കും അവതരിപ്പിക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നും ഞങ്ങളുടെയും നിങ്ങളുടെയും ആരാധ്യൻ ഒരുവനാണെന്നും ഞങ്ങൾ അവന് വേണ്ടി കീഴടങ്ങിയിരിക്കുന്നു എന്നും നിങ്ങൾ പറയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ കാര്യം നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അത് 3 രൂപത്തിൽ നമുക്ക് ആ വിഷയത്തോട് ഒരു സമീപനം എടുക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തേത്, പരിശുദ്ധ ഖുർആനോ സ്വഹീഹായ ഹദീസുകളോ സാക്ഷ്യം പറഞ്ഞ കാര്യങ്ങൾ. അത്തരം കാര്യങ്ങൾ പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ ഉണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസി പറയേണ്ടതായി സൂറത്തുൽ ബഖറയുടെ 136-ാമത്തെ ആയത്തിൽ കൽപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിലും അവങ്കൽ നിന്ന് ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഇബ്രാഹിമിനും ഇസ്മായിലിനും ഇസ്ഹാക്കിനും യാക്കൂബ് സന്തതികൾക്കും അവതരിപ്പിച്ചു കൊടുത്തതിലും മൂസ ഈസ എന്നിവർക്ക് നൽകപ്പെട്ടതിലും സർവ്വപ്രവാചകന്മാർക്കും അവരുടെ രക്ഷിതാവിങ്കൽ നിന്ന് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യം പറഞ്ഞ കാര്യങ്ങൾ പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ ഉണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അത് പരിശുദ്ധ ഖുർആനോ സ്വഹീഹായ ഹദീസുകളോ സാക്ഷ്യം പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരായി പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ വല്ലതും ഉണ്ട് എങ്കിൽ ആ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്നാണ്. കാരണം ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ 79-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ അവരിൽപ്പെട്ട പണ്ഡിതന്മാർ അവർക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ കടത്തിക്കൂട്ടിയതായിരിക്കും ആ കാര്യങ്ങൾ. അതുകൊണ്ട് ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായി പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളതല്ല. ഇനി മൂന്നാമത്തെ കാര്യം, അത് പണ്ഡിതന്മാർ പറയുന്നത് ഒരു തവക്കുഫിന്റെ നിലപാടാണ്. അതായത് പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ഒരു കാര്യം ആ കാര്യം പരിശുദ്ധ ഖുർആനിലോ അല്ലെങ്കിൽ ഹദീസുകളിലോ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആ പറഞ്ഞ കാര്യം അത് സ്വീകരിക്കുവാനോ തള്ളിപ്പറയുവാനോ പാടില്ല എന്നാണ്.
അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വേദക്കാരെ നിങ്ങൾ സത്യപ്പെടുത്തുകയോ കളവാക്കുകയോ ചെയ്യരുത്, ഞങ്ങൾക്കും നിങ്ങൾക്കും അവതരിപ്പിക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നും ഞങ്ങളുടെയും നിങ്ങളുടെയും ആരാധ്യൻ ഒരുവനാണെന്നും അത്തരം സന്ദർഭങ്ങളിൽ പറയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, എത്രമാത്രം കണിശമായിട്ടാണ് അള്ളാഹുവിൽ നിന്നുള്ള വഹയുമായി ബന്ധപ്പെട്ട ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ എടുക്കേണ്ട നിലപാട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൽ നിന്ന് അവതരിച്ച കാര്യങ്ങൾ ഒരു നിലക്കും ഒരു വിശ്വാസി തള്ളിപ്പറയാൻ ഇടയായിക്കൂടാ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കാത്ത കാര്യങ്ങൾ, മനുഷ്യർ അവരുടെ കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയ കാര്യങ്ങൾ, അത് അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട്, അള്ളാഹുവിന്റെ മതത്തിലേക്ക് പറയപ്പെട്ടുകൊണ്ട് ചേർത്തുകൊണ്ട് അത് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്നാണ്, അതിന്റെ വക്താക്കളിൽ ഉൾപ്പെടാൻ പാടില്ല എന്നാണ് സഹോദരങ്ങളെ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സൂറത്തുൽ ബഖറയുടെ 79-ാമത്തെ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഇനി സഹോദരങ്ങളെ, നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷേഖ് യാസർ ബിൻ ഹംസ ഹഫിദുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ആ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം എന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.